നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കയറി അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക്കിന്റെ ഇൻസ്റ്റഗ്രാം പേജ്, ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്തേക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഡെയിലി ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സും ഷുവർ ഷോർട്ട് GK ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ഇതൊരു പദ്ധതിയെ കുറിച്ചാണ്, ധനുസ് എന്ന പദ്ധതി. ഇത് കേരള സർക്കാരിന്റെ പദ്ധതിയാണ്. എന്താണ് ഈ പദ്ധതി? വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ തുടർ പഠനത്തിന് വേണ്ടി പ്രാപ്തരാക്കാനുള്ള കേരള സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയാണ് ധനുസ് എന്നത്. അപ്പൊ ധനുസ് എന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് ചോദിച്ചാൽ ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും പഠിക്കുന്ന ബിരുദ വിദ്യാർത്ഥികളെ അവരുടെ തുടർ പഠനത്തിന് വേണ്ടി രാജ്യത്തിന്റെ അകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള, അവരെ ആ ക്യാമ്പസുകളിൽ തുടർ പഠനത്തിന് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഏത്? ധനുസ് എന്ന പദ്ധതിയാണ്. അടുത്തത് ഒരു ചെയർമാന്റെ പേരാണ് അജയ് സേത്ത്. അജയ് സേത്ത് എന്തിന്റെ ചെയർമാൻ ആയിട്ടാണ് അടുത്തിടെ നിയമിതനായത്? IRDAI എന്നാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് നിയന്ത്രണ വികസന ബോർഡിന്റെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആര്? അജയ് സേത്ത് ആണ്. അജയ് സേത്ത്. അടുത്തത് ഒരു പുസ്തകമാണ്, ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകമാണ് ഇത്. കിരൺ ദേശായിയുടെ പുസ്തകമാണ്. കൂടാതെ പുസ്തകത്തിന്റെ പ്രത്യേകത, ഈ വർഷത്തെ ബുക്കർ പ്രൈസിന്റെ പ്രാഥമിക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരിയാണ് കിരൺ ദേശായി. കിരൺ ദേശായിയുടെ ഏത് പുസ്തകമാണ് ഇടം നേടിയത് എന്ന് ചോദിച്ചാൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. അപ്പൊ PSC ഈ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിക്കും. ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ആരാണ്? കിരൺ ദേശായി. കഴിഞ്ഞ ദിവസം അരുന്ധതി റോയിയുടെ ഒരു പുസ്തകത്തിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തിടെ അരുന്ധതി റോയിയുടെ ഒരു പുസ്തകം പുറത്തിറങ്ങി. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ഫാക്റ്റ് ആണ്. അപ്പൊ താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. അടുത്തിടെ അരുന്ധതി റോയിയുടെ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്തത് ഹൈക്കമ്മീഷണർ. കാനഡയിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഹൈക്കമ്മീഷണറായി അടുത്തിടെ നിയമിതനായത് ദിനേശ് കെ പട്നായിക്. ആരാണ്? ദിനേശ് കെ പട്നായിക്. കാനഡയിലേക്കുള്ള ഹൈക്കമ്മീഷണറായി അടുത്തിടെ നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചാൽ ദിനേശ് കെ പട്നായിക്. ദിനേശ് കെ പട്നായിക്. അനിമേഷ് കുജൂർ. അനിമേഷ് കുജൂറിന്റെ ഫാക്ട്സ് നമ്മൾ മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുതിയൊരു ഫാക്ട്, ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുന്ന പുരുഷ സ്പ്രിന്റർ ആര്? ഇന്ത്യൻ ആണ്. ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുന്ന ഇന്ത്യൻ പുരുഷ സ്പ്രിന്റർ ആരാണ് എന്ന് ചോദിച്ചാൽ അനിമേഷ് കുജൂർ. ആരാണ്? അനിമേഷ് കുജൂർ. അനിമേഷ് കുജൂർ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് ആണ്, ആനക്കാംപോയിൽ മേപ്പാടി കള്ളാടി തുരങ്കപാത. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം അടുത്തിടെ നടന്നു. എന്നാണ് നടന്നത്? 2025 ഓഗസ്റ്റ് മാസം 31 നടന്നത്. ഇതേത് തുരങ്കപാത എന്ന് ചോദിച്ചാൽ ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് രാജ്യത്തെ ആദ്യത്തെ, അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ തുരങ്കപാത. ഇരട്ട തുരങ്കപാതയാണ്. 2 തുരങ്കമുണ്ട്. ഇരട്ട തുരങ്കപാതയാണ്. നിർമ്മാണ ഉദ്ഘാടനം നടന്നത് 2025 ഓഗസ്റ്റ് മാസം 31. അടുത്ത ഫാക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. IMFന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആര്? മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന
ഉർജിത് പട്ടേൽ. അപ്പൊ IMFന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ ഉർജിത് പട്ടേൽ. ഉർജിത് പട്ടേൽ. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും ഫാക്ട്സ് ക്ലിയർ ആണോ? ഇവിടെ പറഞ്ഞ ഇത്രയും ഫാക്ട്സ് ക്ലിയർ ആണോ? ധനുസ് എന്ന പദ്ധതി കേരള സർക്കാരിന്റെ പദ്ധതിയാണ്, ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി. IRDAI ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആര്? അജയ് സേത്ത് ആണ്. ദി ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി ആരുടെ പുസ്തകം? കിരൺ ദേശായിയുടെ പുസ്തകം. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം അരുന്ധതി റോയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്, ഇപ്പൊ തന്നെ ഫേമസ് ആയി കഴിഞ്ഞു. ആ പുസ്തകത്തിന്റെ പേരെന്താണ്? താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. കാനഡയുടെ ഹൈ കമ്മീഷണറായി, ഇന്ത്യയിൽ നിന്നുള്ള ഹൈ കമ്മീഷണറായി നിയമിതനായത് ദിനേശ് കെ പട്നായിക് ആണ്. ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടുന്ന ഇന്ത്യൻ പുരുഷ സ്പ്രിന്റർ ആര്? അനിമേഷ് കുജൂർ. ഈ തുരങ്കപാത ഏതാണ്? രാജ്യത്തെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാണ് ആനക്കാംപൊയിൽ മേപ്പാടി കള്ളാടി തുരങ്കപാത. 2025 ഓഗസ്റ്റ് 31 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. IMFന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആര്? ഉർജിത് പട്ടേൽ. ഉർജിത് പട്ടേൽ. ഓക്കെ, അടുത്ത ഫാക്ട്, അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ മോഡൽ പുറത്തിറക്കിയ സ്ഥാപനം. അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയം, അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏതാണ്? ISRO. ISRO തന്നെയാണ് ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ മോഡൽ അടുത്തിടെ പുറത്തിറക്കിയത്. കരിമുണ്ട പന്നിയൂർ 1. പന്നിയൂർ 1 എന്നത് എന്തിന്റെ ഇനമാണ്? കുരുമുളക്. അപ്പൊ കേരളത്തിൽ നിന്നും ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് ഇനങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ കരിമുണ്ടയും പന്നിയൂർ 1ഉമാണ്. അപ്പൊ കരിമുണ്ട ഏതിന്റെ ഇനം ആണ് എന്ന് ചോദിക്കാം. പന്നിയൂർ 1 എത്രയോ നാളായിട്ട് PSC ചോദിക്കുന്ന ചോദ്യമാണ്. കരിമുണ്ട അപ്പൊ നിങ്ങൾ ഓർത്തു വയ്ക്കുക, കുരുമുളകാണ്. രണ്ടും കുരുമുളകാണ്. ഇത് രണ്ടും കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് എങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യാൻ പോവാണ്? ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യാൻ പോവാണ്. അടുത്ത ഫാക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. 18ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് ആര്? 18ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് E. സന്തോഷ് കുമാർ ആണ്. E. സന്തോഷ് കുമാർ. ഏത് കൃതിയാണ് ഇദ്ദേഹത്തിന് പുരസ്കാരത്തിന് അർഹനാക്കിയത്? തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിയാണ് 18ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് E. സന്തോഷ് കുമാറിനെ അർഹനാക്കിയത്. അപ്പൊ 18ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ E. സന്തോഷ് കുമാർ. ഏത് കൃതി? തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ ഇനി വരുന്ന പരീക്ഷകൾക്ക്, PSC പരീക്ഷകൾക്ക് എല്ലാം ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LDC ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1499 മാത്രമേ ഫീസ് ഉള്ളൂ. നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യൂ. ബെഫ്കോ LD, VFA, LDC ഈ മൂന്നിനും വേണ്ടിയിട്ട് ഈ ഒറ്റ കോഴ്സ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. ബെഫ്കോ LD 1499 ഉള്ളൂ. VFA 1499. സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഏതെങ്കിലും ഒറ്റൊരു കോഴ്സ് എടുത്താലും ഈ 3 എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയാണ്. 1999 മാത്രമേ ഫീസ് ഉള്ളൂ. 1 ഇയർ ആണ് വാലിഡിറ്റി. CPOയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെയും ഫീസ് 1999 മാത്രമേ ഉള്ളൂ. 1 ഇയർ ആണ് വാലിഡിറ്റി. സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയാണ്. അങ്ങനെ ഒരുപാട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. പിന്നെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഫോണിലും യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ആപ്പ് 24/7 ആപ്പിന്റെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ക്ലാസ്സിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ എന്നോട് ഡയറക്ട്ലി ചാറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ഫാക്ടിലേക്ക് പോകാം. രാജ്യത്തെ ആദ്യത്തെ IoT അധിഷ്ഠിത പഞ്ചായത്ത്. IoT എന്നാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. രാജ്യത്തെ ആദ്യത്തെ IoT അധിഷ്ഠിത പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്താണ്. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്ത്. പ്രധാൻമന്ത്രി വികാസ് ഭാരത് റോസ്ഗാർ യോജന. ഇത് യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. രാജ്യത്തെ യുവാക്കൾക്ക് വേണ്ടി 2025 ഓഗസ്റ്റ് മാസം 15 ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുടെ പേരാണ് പ്രധാൻമന്ത്രി വികാസ് ഭാരത് റോസ്ഗാർ യോജന. പ്രധാൻമന്ത്രി വികാസ് ഭാരത് റോസ്ഗാർ യോജന. ഓർക്കുക, ഈ ഡേറ്റ് ഓർക്കണേ. പുതിയതായിട്ടുള്ള പദ്ധതികളുടെയൊക്കെ ഡേറ്റ് ചോദിക്കാറുണ്ട്. 2025 ഓഗസ്റ്റ് 15. 2025 സ്വാതന്ത്ര്യദിനത്തിന് ഓർത്താൽ മതി. ഓക്കെ, രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആകുന്നത് സുന്ദർബൻസ് ആണ്. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആവുന്നത്, ഇമ്പോർട്ടന്റ് ചോദ്യം, സുന്ദർബൻസ് ആണ്. സുന്ദർബൻസ്.
അടുത്ത ഫാക്റ്റും ഇമ്പോർട്ടന്റ് ആണ്. ഓം ബിർളയെ കുറിച്ചുള്ള ഫാക്റ്റ് ആണ്. 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിലേക്ക് ഇന്ത്യക്കാരുടെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ, ഇന്ത്യയിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഓം ബിർള. അപ്പൊ 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിലേക്കുള്ള ഇന്ത്യൻ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ആര്? ഓം ബിർളയാണ്. ഓം ബിർള. അടുത്തിടെ ഇന്ത്യ ധാരണയിൽ എത്തിയ ഒരു സംഘടന WFP. എന്തിനു വേണ്ടിയിട്ടാണ്? ആഗോള ഭക്ഷ്യ ദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന സംഘടന WFP, വേൾഡ് ഫുഡ് പ്രോഗ്രാം. വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞ ഫാക്ട്സ് എല്ലാം കിട്ടിയോ? ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ മോഡൽ പുറത്തിറക്കിയത് ISRO. കരിമുണ്ട, പന്നിയൂർ 1 എന്നത് കുരുമുളക് ഇനങ്ങളാണ്. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് ഇനങ്ങൾ. പിന്നെ 18ാമത് മലയാറ്റൂർ പുരസ്കാര ജേതാവ് E. സന്തോഷ് കുമാർ. കൃതി ഏതാണ്? തപോമയിയുടെ അച്ഛൻ. രാജ്യത്തെ ആദ്യത്തെ IoT അധിഷ്ഠിത പഞ്ചായത്ത് കാട്ടാക്കട പഞ്ചായത്ത്. യുവാക്കൾക്ക് വേണ്ടി അടുത്തിടെ 2025 ഓഗസ്റ്റ് മാസം 15 പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി വികാസ് ഭാരത് റോസ്ഗർ യോജന എന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് സുന്ദർബൻസ് ആണ്. 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ഓം ബിർള. WFPയുമായിട്ട് ഇന്ത്യ യോജിച്ച് ആഗോള ഭക്ഷ്യദാരിദ്ര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും ഫാക്ട്സ് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ കോഴ്സുകളെല്ലാം കയറി നോക്കുക. കോഴ്സുകൾ എത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളാം. പിന്നെ LDC ലോങ് ടേം ബാച്ചിന്റെ ക്ലാസ് നാളെ ആരംഭിക്കുന്നതാണ്. നാളെ തിങ്കളാഴ്ച ആരംഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.